നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് വാർത്താ ചാനലുകളുടെ യഥാർത്ഥ ലക്ഷ്യം? വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അവിടെ നിലപാടുകളിൽ വ്യത്യസ്തതകൾ ഉണ്ടാകാം, രാഷ്ട്രീയ സമീപനത്തിൽ വൈരുദ്ധ്യവും കാണാം. പക്ഷേ നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് പൊതുജനങ്ങളെ കബളിപ്പിക്കരുത് എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ നാം കാണുന്നതും കേൾക്കുന്നതും അതുമാത്രമാണ്. ഇതിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ബോംബാണ് ബാർക്ക് തട്ടിപ്പ്. TRPയിൽ കൃത്രിമം കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നൊരു ചാനലും അതിൻ്റെ തലപ്പത്തുള്ളവരും. ബാർക്കിലെ അശാസ്ത്രീയതയും തട്ടിപ്പും ചൂണ്ടിക്കാണിച്ച് മീഡിയ വൺ ചാനൽ ബാർക്കിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ നിരവധി പരാതികൾ വന്നതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിക്കുകയും അതിനുവേണ്ടി സൈബർ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം നീളുന്ന വേളയിലാണ് റിപ്പോർട്ടർ ചാനൽ മേധാവിക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്. ഒന്നാം പ്രതി പ്രേംനാഥ് റേറ്റിംഗ് ഡാറ്റയിൽ തിരിമറി നടത്തുകയും രണ്ടാം പ്രതി റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്ക് ബാർക്ക് മീറ്റർ സംബന്ധിച്ച് രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നാണ് FIRൽ പറയുന്നത്. പിന്നാലെ 24നെ പ്രതിക്കൂട്ടിലാക്കാൻ റിപ്പോർട്ടറും രംഗത്ത് വരികയാണ്. ഇങ്ങനെ ചാനൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: മാധ്യമധർമ്മം എവിടെയാണ്? മാധ്യമധർമ്മം നിങ്ങൾ മറന്നു തുടങ്ങിയോ? അതേ എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാർക്കിലെ അശാസ്ത്രീയതയും തട്ടിപ്പും ചൂണ്ടിക്കാണിച്ച് മീഡിയ വൺ ബാർക്കിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ നിരവധി പരാതികൾ വന്നതിനെ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിക്കുകയും അതിനായി സൈബർ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 316(2), 318(4), 336(3), 340(2), 3, 5 വകുപ്പുകൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത്. റേറ്റിംഗ് ഡാറ്റയിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. നേരത്തെ മുഖ്യമന്ത്രിക്കും DGPക്കും ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. പക്ഷേ അതിൽ ചാനലിന്റെ പേരുണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയത്. ഇതോടെ കേസെടുക്കുകയും ചെയ്തു. ആദ്യമായാണ് ബാർക്കിൽ ഒരു ചാനലിനെതിരെ മറ്റൊരു ചാനൽ പരാതി നൽകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഇതോടെ റിപ്പോർട്ടർ TV ഉടമയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ വിവാദത്തിൽ റിപ്പോർട്ടർ TVക്കും മറുപടി നൽകേണ്ടി വരും. താനാണ് റിപ്പോർട്ടർ TV ഉടമയെന്നാണ് ആന്റോ അഗസ്റ്റിൻ പരസ്യമായി പറയുന്നത്. എന്നാൽ രേഖകളിൽ അങ്ങനെയല്ലെന്നും വാദമുണ്ട്. ഈ അടുത്ത കാലത്ത് സൈബർ സഖാക്കളുടെ പ്രിയങ്കരനായി മാറിയിരുന്നു ആന്റോ അഗസ്റ്റിൻ. അഗസ്റ്റിൻ സത്യസന്ധനാണെന്നും മാന്യനാണെന്നും വരെ അവർ പ്രചരിപ്പിച്ചു. ഇതിനിടെയാണ് 24 ന്യൂസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24ന്റെ വെളിപ്പെടുത്തലിൽ വിശദവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ രംഗത്ത് വന്നിരുന്നു. ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുകൊണ്ടുവന്ന വിവരങ്ങൾ ഉത്കണ്ഠാജനകമാണെന്നും NBF വ്യക്തമാക്കി. ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങുന്ന സംഘത്തിന്റെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ. ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥിന്റെ അക്കൗണ്ടിലേക്ക് തട്ടിപ്പിലൂടെ ഒഴുകിയെത്തിയത് 100 കോടിയോളം രൂപയാണ്. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളെത്തി. ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യവരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുമുള്ള കഴിഞ്ഞ 1 വർഷത്തിലധികമായി കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വന്ന ചാനൽ ഉടമയുടെ ഗൂഢതന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത്.
ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് പ്രേംനാഥിനെതിരെയാണ് ആരോപണം. പ്രേംനാഥ് തന്ത്രപരമായ വിവരങ്ങൾ ചോർത്തി നൽകിയതായും ഇതിനായി ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈപ്പറ്റിയതായും പരാതിയുണ്ട്. ബാർക്ക് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ പിൻകോഡ് തലത്തിലുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ ചാനലിന് കൈമാറിയതെന്ന് 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചാനൽ ഉടമ പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റ് അക്കൗണ്ടിലേക്ക് USDT ക്രിപ്റ്റോ കറൻസി രൂപത്തിൽ പണം കൈമാറിയതായും ഈ ഫണ്ടുകൾ പിന്നീട് മറ്റു പല വാലറ്റുകളിലേക്കും വിതരണം ചെയ്തതായും പരാതിയിൽ വ്യക്തമാക്കുന്നു. ഈ പുതിയ TRP തട്ടിപ്പ് കേസിലെ പരാതിക്കാരനും വിവരങ്ങൾ പുറത്തുവിട്ടയാളും 24 ന്യൂസ് ആണെന്ന് വ്യവസായ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. അടുത്തിടെ വരെ ബാർക്ക് ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന പ്രേംനാഥ് ഏജൻസിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ്. 2015 ജൂണിൽ ബാർക്ക് ഇന്ത്യയിൽ സീനിയർ മാനേജറായി ചേർന്ന പ്രേംനാഥ് അതിനു മുൻപ് ഒരു ദശാബ്ദത്തോളം ഡാറ്റ അനലിസ്റ്റായി പ്രവർത്തിച്ചിരുന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഓപ്പറേഷൻ സത്യയിലൂടെയാണ് 24 ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടത്. ടെലിവിഷൻ റേറ്റിംഗിൽ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചെന്ന 24 വാർത്തയിൽ ഇടപെട്ട് ബാർക്ക് ഇന്ത്യയും നടപടികളെടുത്തിരുന്നു. ബാർക്ക് ഇന്ത്യ ഫോറൻസിക് ഓഡിറ്റിന് ഉത്തരവിട്ടു. ഫോറൻസിക് ഓഡിറ്റിനായി ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചതായി ബാർക്ക് അറിയിച്ചു. അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും റേറ്റിംഗ് തിരിമറി ആരോപണം കൈകാര്യം ചെയ്യുമെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. 24 ന്യൂസാണ് പരാതിക്കാർ. മലയാളത്തിലെ മറ്റൊരു ന്യൂസ് ചാനലിനെതിരെയാണ് ആരോപണം. ഏതാണ് ചാനലെന്ന് 24 ന്യൂസ് ഇനിയും പറഞ്ഞിട്ടില്ല. കേരള പോലീസിനും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇനിയും FIR ഇട്ടിട്ടില്ല. ആരോപണ വിധേയരായ ചാനലിന്റെ സമ്മർദ്ദ ഫലമാണ് ഇത്. അതിനിടെയാണ് ബാർക്ക് അന്വേഷണം തുടങ്ങുന്നത്. ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ജീവനക്കാർ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികൾ എത്തിയെന്നായിരുന്നു ആരോപണം. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും വിഷയം അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുമെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. വിഷയത്തിൽ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിന് ബാർക്ക് ഉത്തരവിട്ടു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിൽ പരാതി നൽകിയതും കേസാകുന്നതും. ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്നതിന് ഒരു പ്രശസ്ത സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ചതായും ബാർക്ക് ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ഓഡിറ്റ് പൂർത്തിയാക്കുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ബാർക്ക് ഇന്ത്യ അഭ്യർത്ഥിച്ചു. തൽപര കക്ഷികളോട് സത്യസന്ധതയുടെയും ഉത്തരവാദിത്തത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ബാർക്ക് ഇന്ത്യ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് കേസിൽ നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിച്ച് വ്യവസായത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ബാർക്ക് ലക്ഷ്യമിടുന്നത്. ടെലിവിഷൻ കാഴ്ചക്കാരുടെ കണക്കെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കാനും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ കണ്ടെത്താനും ഈ സുപ്രധാന നടപടി സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വാർത്താ ചാനലുകൾക്കിടയിൽ ഉണ്ടാകുന്ന മത്സരം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. കാരണം ഈ മത്സരം വ്യക്തിഹത്യയിലേക്കും അപവാദ വ്യവസായത്തിലേക്കും കൂപ്പുകുത്തുകയാണ്. സ്ത്രീ വിഷയങ്ങളും ഇക്കിളിക്കഥകളും പടച്ചുവിട്ട് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചാനൽ ഉടമകളും മാധ്യമപ്രവർത്തകരും സമൂഹത്തെ എവിടേക്കാണ് നയിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവർ ഏതു ചാനലിൽ എത്തിയാലും ഈ ഇക്കിളി പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സമീപകാലത്ത് കേരളത്തിൽ കത്തിപ്പടർന്ന പല അപവാദ വാർത്തകളും
വ്യക്തിഹത്യകളും കേവലം വാർത്തകളല്ല, മറിച്ച് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട റേറ്റിംഗിന്റെ പിൻബലത്തിൽ തയ്യാറാക്കിയ രാഷ്ട്രീയ കൊട്ടേഷനുകളാണോ എന്ന് പോലും സംശയമുയരുന്നുണ്ട്. കേരളത്തിൽ അടുത്തിടെയുണ്ടായ പല രാഷ്ട്രീയ വിവാദങ്ങളും സ്വാഭാവികമായി ഉണ്ടായതല്ല, മറിച്ച് ബാർ ചോരിയിലൂടെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത റേറ്റിംഗിന്റെ ബലത്തിൽ ചില മാധ്യമങ്ങൾ നടത്തിയ തിരക്കഥ അവതരണങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം രൂക്ഷമായ ഒരു പോരിനാണ് മാധ്യമലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. 24 ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലുള്ള മത്സരം ഒരു തുറന്ന യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇരു ചാനലുകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പരസ്പരം വാർത്തയാകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചുരുങ്ങിയ നേരം കൊണ്ട് റേറ്റിംഗിന് വേണ്ടിയുള്ള മത്സരത്തിനപ്പുറം കോടികളുടെ അഴിമതി ആരോപണങ്ങളിലേക്കും പോലീസ് കേസുകളിലേക്കും ഈ പോര് വളർന്നിരിക്കുകയാണ്. ഈ യുദ്ധത്തിലെ ഏറ്റവും പുതിയതും സ്ഫോടനാത്മകവുമായ അധ്യായം ആരംഭിക്കുന്നത് 2025 ഡിസംബർ 2-നാണ്. 24 ന്യൂസ് ചാനലിന്റെ ചെയർമാനും അൽ ഹിന്ദ് ഗ്രൂപ്പ് തലവനുമായ ആലുങ്കൽ മുഹമ്മദിനെതിരെ 2000 കോടി രൂപയുടെ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന ബ്രേക്കിംഗ് ന്യൂസുമായാണ് റിപ്പോർട്ടർ ടിവി രംഗത്തെത്തിയത്. നിലമ്പൂർ സ്വദേശിയായ അബ്ദുൾ സലാം നൽകിയ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് എഫ്ഐആർ ഇട്ടു എന്നായിരുന്നു വാർത്ത. സൗദി അറേബ്യയിലെ ആശുപത്രി ശൃംഖലയുമായി ബന്ധപ്പെട്ട വ്യാജരേഖകൾ ഉണ്ടാക്കി വൻതുക തട്ടിയെടുത്തുവെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ചുവെന്നുമാണ് ആരോപണം. സാധാരണഗതിയിൽ ഒരു ബിസിനസ് തർക്കമായി ഒതുങ്ങേണ്ടിയിരുന്ന ഈ വിഷയം റിപ്പോർട്ടർ ടിവി ഏറ്റെടുത്തത് 24 ന്യൂസിനുള്ള കൃത്യമായ മറുപടിയായിട്ടാണ് എന്ന് വ്യക്തം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 24 ന്യൂസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ ബാർക്കിലെ ഉദ്യോഗസ്ഥന് ക്രിപ്റ്റോ കറൻസി വഴി കൈക്കൂലി നൽകി റേറ്റിംഗിൽ കൃത്രിമം കാണിച്ചു എന്നായിരുന്നു 24 ന്യൂസിന്റെ കണ്ടെത്തൽ. അവർ പേര് പറഞ്ഞില്ലെങ്കിലും വിരൽ ചൂണ്ടിയത് റിപ്പോർട്ടർ ടിവിയിലേക്കാണെന്ന് മാധ്യമലോകം തിരിച്ചറിഞ്ഞു. ബെസ്റ്റ് മീഡിയ ഇൻഫോ പോലെയുള്ള ഏജൻസികൾ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തതോടെ റിപ്പോർട്ടർ ടിവി പ്രതിരോധത്തിലാവുകയായിരുന്നു. ഇതിന് മറുപടിയെന്നോണം റിപ്പോർട്ടർ ടിവി തങ്ങളുടെ എഡിറ്റോറിയൽ നയം തന്നെ എതിരാളികളെ തുറന്നുകാട്ടുക എന്നതാക്കി മാറ്റി. എന്നാൽ 24 ന്യൂസും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയുള്ള പഴയ മുട്ടിൽ മരമുറി കേസ് അവർ വീണ്ടും ചർച്ചയാക്കി. പ്രകൃതി കൊള്ള നടത്തുന്നവർ മാധ്യമ ധാർമ്മികത പ്രസംഗിക്കുന്നു എന്ന രീതിയിലായിരുന്നു 24 ന്യൂസിന്റെ പ്രതിരോധം. റിപ്പോർട്ടർ ടിവിയിലൂടെ വന്ന ഒരു ന്യൂസ് കേൾക്കാനിടയായി. ആ ന്യൂസിൻ്റെ യാഥാർത്ഥ്യവും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, ഞാൻ ആ സമയത്ത് കൊച്ചിയുടെ പരിസര ഭാഗത്ത്, ഞാൻ അന്ന് സൗദി അറേബ്യയിലാണുള്ളത്. ഈ പറഞ്ഞ സലാമിനെ എനിക്കറിയാം എന്നല്ലാതെ അതിലുള്ള മറ്റുള്ള ആരെക്കുറിച്ചും, ആ കേസ് FIR പറഞ്ഞ പേരിൽ ആരെക്കുറിച്ചും എനിക്ക് പരിചയമില്ല. ഞാനമാരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഏതായാലും ഇതിൻ്റെ പേരിൽ മാനനഷ്ടത്തിന് 100 കോടി രൂപയ്ക്ക് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ന്യൂസിൽ ഇത് പറയാൻ വേണ്ടി വരുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ബിസിനസ് ഇടപാടുകാരോടും എൻ്റെ കുടുംബ മിത്രാദികളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതുപോലെ എൻ്റെ ഈ 10-62 വയസ്സിനിടയിൽ ഞാൻ ആരോടും ഇത്തരം കാര്യം പറയിപ്പിച്ചിട്ടില്ല. ഇടപാടും
ബന്ധങ്ങളൊക്കെ പലരുമായിട്ടുണ്ട്. അത് അന്നും ഇന്നും വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അതെന്നും ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഈ സംഘർഷത്തിന്റെ ആദ്യ വിത്തുകൾ പാകിയത് മാധ്യമപ്രവർത്തകരുടെ ചാനൽ മാറ്റത്തിലൂടെയാണെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. 24 ന്യൂസിന്റെ മുഖമായിരുന്ന ഡോക്ടർ അരുൺകുമാർ, സുജയ പാർവതി തുടങ്ങിയ പ്രമുഖ അവതാരകർ ചാനൽ വിട്ട് റിപ്പോർട്ടർ ടിവിയിലേക്ക് ചേക്കേറിയത് 24 ന്യൂസിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇത് ഇരു മാനേജ്മെന്റുകളും തമ്മിലുള്ള ശീതസമരത്തിന് ആക്കം കൂട്ടിയിരുന്നത്രേ. പഴയ തട്ടകത്തിനെതിരെ ഈ അവതാരകർ തന്നെ ഇപ്പോൾ വാർത്തകൾ വായിക്കുന്നു എന്നത് 24 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയിരിക്കുകയാണ്. ഒരു വശത്ത് 2000 കോടിയുടെ തട്ടിപ്പ് ആരോപണവുമായി റിപ്പോർട്ടർ ടിവിയും, മറുവശത്ത് റേറ്റിംഗ് കൃത്രിമത്വവും മരമുറി കേസും ആയുധമാക്കി 24 ന്യൂസും. ഇരുവിഭാഗവും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. അതുവരെ ആരോപണങ്ങൾ ആരോപണങ്ങളായി തന്നെ തുടരും. പരസ്പരം താറടിച്ചുകൊണ്ടുള്ള ഈ ചാനലുകളുടെ മത്സരം വരും ദിവസങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബാർക്ക് റേറ്റിംഗ് സംവിധാനത്തിലെ കൃത്രിമത്തിലൂടെ പ്രേക്ഷകരെയും പൊതുജനങ്ങളെയും പരസ്യദാതാക്കളെയും കബളിപ്പിച്ച് നേട്ടം കൊയ്യുന്ന റിപ്പോർട്ടർ ന്യൂസ് ചാനൽ ഇന്ന് കേരളീയ പൊതുസമൂഹത്തിൽ അനാവൃതമാക്കപ്പെട്ടിരിക്കുന്നു. മരമുറി കേസിൽ പ്രതിയായ ഒരു വ്യക്തി മുതൽ മുടക്കി നടത്തുന്ന ഈ ചാനൽ വാർത്താ അവതരണത്തിൽ പുലർത്തേണ്ട നിഷ്പക്ഷതയും നീതിയും പക്ഷപാതരഹിതമായ സമീപനവും ഈ ചാനൽ പാടെ അവഗണിക്കുന്നതായി അവരുടെ വാർത്തകളിൽ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നു. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെയും അതിൻ്റെ നേതാക്കളെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനും വാർത്തയുടെ സ്രോതസ്സോ വിശ്വാസ്യതയോ ഉറപ്പാക്കാതെ ബ്രേക്ക് ചെയ്യുന്നതും സമൂഹത്തിൽ ഈ ചാനലിനോട് അവമതിപ്പ് സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഈയിടെ ചില ചാനലുകൾ ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ള വാർത്തകളും നാം കാണുവാനിടയായി. അപകീർത്തികരമായ വാർത്തകൾ സംപ്രേഷണം ചെയ്ത് പൊതുസമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന ചിലരെ തിരഞ്ഞുപിടിച്ച് പരിഹാസപാത്രമാക്കുന്നതിനും ശ്രമം നടത്തുന്ന ഈ ചാനൽ ആരുടെയെങ്കിലും പക്ഷം പിടിക്കുന്ന പക്ഷം കുറഞ്ഞത് അവ വെളിപ്പെടുത്തുവാനുള്ള സാമാന്യ മര്യാദ കാട്ടണം. മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരുടെ പണിയെടുക്കണമോ? മാധ്യമപ്രവർത്തകർ സർക്കാരുകൾക്ക് ഓശാന പാടണോ? വേണ്ട എന്നു തന്നെയാണ് ഉത്തരം. സർക്കാരിൻ്റെ വികസനങ്ങളും ക്യാപ്സ്യൂളുകളും നിരത്താനും പറയാനും ഇവിടെ ഒരു PR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. മാധ്യമപ്രവർത്തകർ അല്ല ആ പണിയെടുക്കേണ്ടത്. ദേശീയതലത്തിൽ ഗോദി മീഡിയ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി കേരളത്തിൽ ഒരു മാധ്യമ ശൃംഖല ഇടതു സർക്കാർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെട്ട UDF-നെതിരെ നിരന്തരം വായിട്ടലയ്ക്കുകയും അജണ്ടകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേശീയതലത്തിൽ BJP ഭരണകൂടത്തിന് സ്തുതി പാടുകയും ചോദ്യം ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്ന് വിളിച്ചു പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ. എന്നാൽ ഇവർ കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു തരം ഗോദിയായി മാറുകയാണ്. ഡൽഹിയിൽ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതാണ് ഗോദി മീഡിയയെങ്കിൽ കേരളത്തിലത് പിണറായി വിജയനെയും ഭരണകൂടത്തെയും സംരക്ഷിക്കുന്നവരായി മാറുകയാണ്. പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-നെ ആക്രമിക്കുന്ന റിവേഴ്സ് ഗോദി സിൻഡിക്കേറ്റായി മാറിയിരിക്കുന്നു. എന്താണ് ഇവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? ചാനൽ റേറ്റിംഗിൽ മുന്നിലെത്തുക തന്നെയാണ്. എന്താണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കേൾക്കുന്നത്? വാർത്തയാണോ? അതോ ചാനൽ റേറ്റിംഗിന് വേണ്ടി എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യാൻ മടിക്കാത്ത 2 ചാനലുകൾ തമ്മിലുള്ള മത്സര തേരോട്ടമാണോ? എന്നാൽ 2 ചാനലുകൾ തമ്മിലുള്ള മത്സരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. റിപ്പോർട്ടർ ചാനലും 24 ന്യൂസ് ചാനലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പരസ്പരം തേരോട്ടം നടത്തുകയാണ് എന്നുള്ളതാണ്. അതും ചാനൽ റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടി. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കേരളത്തിൽ നിഷ്പക്ഷമായ വാർത്തകൾ നൽകി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് പകരം എന്തും ചെയ്തും എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും ചെയ്ത് തങ്ങൾക്ക് റേറ്റിംഗിൽ ഒന്നാമത് വേണം എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് ഇതിന് പിന്നിൽ. ഇതിനുവേണ്ടി ഇവർ പരസ്പരം പഴിചാരി അല്ലെങ്കിൽ
ചെളി വാരി തേച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹീനമായ പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ ഇങ്ങനെ ഇവർ ചെയ്യുമ്പോൾ ഇവിടെ ഹനിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പരസ്പരം നിഷ്പക്ഷമായുള്ള വാർത്തകൾ അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമധർമ്മമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒപ്പം ജനങ്ങൾ, അതായത് വാർത്തകൾ നിഷ്പക്ഷമായി സത്യസന്ധമായി അറിയാനുള്ള ജനങ്ങളുടെ അവകാശവുമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. അതൊന്നും തങ്ങൾക്കൊരു വിഷയമല്ല. എന്ത് വന്നാലും ചാനൽ റേറ്റിംഗിന് ഒന്നാമത് എത്തിയാൽ മതി എന്ന് മാത്രമാണ് ഈ ചാനലുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇങ്ങനെയാണോ മാധ്യമധർമ്മം? ഇതാണോ മാധ്യമധർമ്മം? നിങ്ങൾ പഠിച്ചിറങ്ങിയ മാധ്യമധർമ്മം ഇതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ജനങ്ങൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അല്ല, ഇതല്ല ധാർമ്മികമായി ഒരു മാധ്യമ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകയുടെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. ഇത് ജനങ്ങൾ പോലും തിരിച്ചറിഞ്ഞു തുടങ്ങി. എങ്ങനെയാണ് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് ഉത്തരം അത് ജനങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇനി ഏത് മീഡിയയാണ്, ഏത് മാധ്യമത്തെയാണ് തങ്ങൾ വിശ്വസിക്കേണ്ടത്? സത്യസന്ധമായ വാർത്തകൾ നൽകാൻ ഏത് മാധ്യമത്തെ താൻ ഇനിയും ആശ്രയിക്കണമെന്ന് ജനങ്ങൾ പോലും ഇപ്പോൾ സംശയത്തിലാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനങ്ങളെ പോലും സംശയത്തിലാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഈ രണ്ട് മാധ്യമങ്ങൾക്കപ്പുറം ഒരു മാധ്യമങ്ങൾക്കും അവരുടെ വിശ്വാസ്യതയൊക്കെ നഷ്ടമാകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, സാധാരണയായി സർക്കാരിൻ്റെ സേവനങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തുന്ന വികസനങ്ങളൊക്കെ തന്നെ വാഴ്ത്തുപാട്ടായി പുറത്തു വരാൻ അവർക്ക് തന്നെ PR വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ എന്നെടുത്ത് പറയേണ്ടി വരും, അവർ ഇവിടെ സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവർ ചെയ്യുന്ന വികസനങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങളെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വാഴ്ത്തുപാട്ടാക്കി കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവർ ചെയ്യുന്ന ഹീനമായ പ്രവർത്തികൾ നമുക്കറിയാം. 9.5 വർഷമായിട്ടുള്ള സർക്കാരിൻ്റെ ദുർഭരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഈ ഒരു ദുർഭരണത്തിന് എതിരെ പല മാധ്യമങ്ങളും ആഞ്ഞടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾ പിണറായി സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്നതുകൊണ്ട് അത്തരത്തിൽ അതിനെയൊക്കെ മാസ്ക് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന ഹീനമായ പ്രവർത്തികളെ ന്യായീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. പക്ഷെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് പിണറായി സർക്കാർ ഈ കേരളത്തിൽ ചെയ്യുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 9.5 വർഷമായിട്ട് എന്താണ് പിണറായി സർക്കാർ ചെയ്തിരുന്നത്? ഒരു തരത്തിലുള്ള വർത്തമാനത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതല്ലാതെ പ്രവൃത്തികളിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ ഒരു സർക്കാർ പല വകുപ്പുകളിലും വട്ടപൂജ്യമാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമാണ്. അതിന് ഈ മാധ്യമങ്ങളുടെ ഒരു മാസ്കിന്റെ ആവശ്യമില്ല എന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഈ മാധ്യമങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. വാർത്തകൾ സുതാര്യമായി അല്ലെങ്കിൽ നിഷ്പക്ഷമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിനപ്പുറമായിട്ട് ഒരു സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ മാധ്യമങ്ങൾക്കില്ല. ഇതാണോ മാധ്യമധർമ്മം എന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതല്ല മാധ്യമധർമ്മം എന്ന് പറയുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് ചെയ്യുന്ന നരേന്ദ്രമോദിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മാധ്യമങ്ങളെ കുറിച്ച് എപ്പോഴും അദ്ദേഹം കളിയാക്കിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. ചില മീഡിയകൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ്, അദ്ദേഹം എന്ത് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മാത്രം വാർത്തകൾ നൽകുന്ന ചില മാധ്യമങ്ങളെ കുറിച്ച് പറയാറുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പിണറായി വിജയന് വേണ്ടിയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് എന്തായാലും ബോധ്യമാവുകയാണ്. ഈ 9.5 വർഷക്കാലത്തെ സർക്കാരിന്റെ ദുർഭരണം അത് വാഴ്ത്തുപാട്ടായി പിണറായിക്ക് സ്തുതി പാടിക്കൊണ്ട് വിടുപണി ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അത് ഈ പറയുന്ന ജനങ്ങൾക്ക് വ്യക്തമാക്കുന്ന കാര്യമാണ്. ഇനി മുതൽ ജനങ്ങൾ നേരിട്ടിറങ്ങുകയാണ്, തങ്ങൾക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ജനങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. അതിന് ഈ ഒരു മാധ്യമങ്ങൾ കുടപിടിക്കുന്നു. അല്ലെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്താലും ഞങ്ങൾ വെളുപ്പിച്ചു തരാമെന്ന് ഈ മാധ്യമങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ ജനങ്ങളാണ് ഇവിടെ കൺഫ്യൂഷൻ ആകുന്നത്. അവർക്ക് തങ്ങളുടെ ഏത് വാർത്തയാണ് സത്യസന്ധമായി വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ ജനങ്ങൾ ഇവിടെ കുഴയുകയാണ്. ഈ ഒരു സർക്കാരിനെ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും, ഈ മാധ്യമങ്ങൾ അതിന് എത്ര മുന്നിട്ടിറങ്ങാൻ ശ്രമിച്ചാലും, വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉടനെ എത്തുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ഈ സർക്കാരും പിണറായി വിജയനും ആവർത്തിച്ച് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി പറയുമെന്നുള്ള കാര്യം വ്യക്തം തന്നെയാണ്. അതിന് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ എത്ര മുന്നിട്ടിറങ്ങി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഏറ്റവും അവസാനമായി ഒരിക്കൽ കൂടി പറയുകയാണ്, എന്താണ് മാധ്യമധർമ്മം എന്ന് ചോദിച്ചാൽ സുതാര്യമായി നിഷ്പക്ഷമായി ജനങ്ങൾക്കിടയിലേക്ക് വാർത്തകൾ നൽകുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. അതിവിടെ ഒരു റിപ്പോർട്ടർ TVയും അല്ലെങ്കിൽ ഒരു 24 ന്യൂസ് ചാനലും വിചാരിച്ചാലും തിരുത്തി എഴുതാൻ കഴിയില്ല. നിങ്ങളുടെ മത്സര തേരോട്ടങ്ങൾക്കിടയിലും വാർത്തകൾ സത്യസന്ധമായി എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
TV ഓണാക്കിയാൽ സാധാരണ വാർത്തയേക്കാൾ വലിയ വാർത്തയായി മാറുന്നത് ചാനലുകൾ തമ്മിലുള്ള റേറ്റിംഗ് യുദ്ധമാണ്. പ്രേക്ഷകർ റിമോട്ട് വെച്ച് മാറ്റുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ ചില ചാനലുകൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ കള്ളക്കളികളാണ് ഇപ്പോൾ സംസാര വിഷയം. ഒരു ഭാഗത്ത് ചില ചാനലുകൾ ബാർക്കിന്റെ ഡേറ്റ അവിശ്വസനീയമല്ല എന്ന് തുറന്നു പറയുമ്പോൾ മറ്റെവിടെയോ അവരുടെ റേറ്റിംഗ് ഉയരുന്നത് സാധാരണമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് മാധ്യമ അജണ്ട. ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന മാധ്യമ ഭീകരത, ഒപ്പം സർക്കാരിനെ സുഖിപ്പിക്കുന്ന കുറച്ചധികം PR തള്ളുകളും. സത്യത്തിൽ നമ്മൾ കണ്ടതും കാണുന്നതും വാർത്തയാണോ അതോ റേറ്റിംഗ് കൂട്ടാനുള്ള മത്സര വാർത്തയോ? മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.